ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാൾ ദിവസത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ ആയിട്ടുണ്ട്, സൂര്യരേഖത ഉദിച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നാം പെരുന്നാളും രണ്ടാം പെരുന്നാളും മൂന്നാം പെരുന്നാളിനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. ഇന്നലെയൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടിയില്ല. പിന്നെ ഇതാ എൻ്റെ പെരുന്നാൾ മൈലാഞ്ചിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് കേട്ടോ ഇത് നന്നായിട്ട് ചുവത്തിട്ടുണ്ട്. പുറം ഭാഗം അത്ര ചുവത്തിട്ടില്ല. പിന്നെ ഇതാ കാക്കു എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാക്കുവിൻ്റെ പെരുന്നാൾ കുപ്പായമാണ് ഗൈസ്. ഇത് ഒരു ബ്ലൂ ഷെയ്ഡാണ്, പക്ഷേ ഇതിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ആദ്യം ബൈക്കിന് പോകാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു കാറിന് തന്നെ പോകാമെന്ന്. പിന്നെ കാക്കുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കാക്കു പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് കുഞ്ഞുമാവയ്ക്കും കുഞ്ഞാറ്റയ്ക്കും എനിക്കൊക്കെ കുളിക്കാനുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഞാൻ അകത്ത് കയറിയിട്ട് ജനവാതിലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുകയാണ്, കുറച്ച് ഫ്രഷ് എയറൊക്കെ വരട്ടേന്നേ. പിന്നെ പുറത്ത് വന്ന് നോക്കിയപ്പോഴേക്കും ഇതാ പത്രം വന്നിട്ടുണ്ട്. പെരുന്നാളിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇവിടെ ദേശാഭിമാനിയുടെ പത്രം ഇപ്പോൾ എന്നും വന്ന് വീഴാറുണ്ട്. ഇത് എവിടെ നിന്ന് വരുന്നതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഇലക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കാം. ഇതുണ്ട് ഈ ഫോട്ടോ. ഇതേപോലെ ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ഫോട്ടോ ഇങ്ങനെ പത്രത്തിൽ വരുമായിരുന്നു, ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും ഒക്കെ. അപ്പം അതാണ് ഞാൻ ഇത് കണ്ടപ്പോൾ ആലോചിച്ചത്. അതൊക്കെ ഒരു കാലം ഗൈസ്. അപ്പോൾ ഇതാ കുഞ്ഞാവ എണീറ്റിട്ടുണ്ട്. I love you. Good morning. Good morning. Good morning. Good morning. Eid Mubarak. Eid Mubarak. കുഞ്ഞാറ്റക്കുട്ടിയുടെ മൈലാഞ്ചി നന്നായിട്ട് ചോത്തിട്ടുണ്ട് കേട്ടോ. പാവം മൈലാഞ്ചി ഒന്നും കേട് വരുത്താണ്ട് കിടന്നുറങ്ങി. അങ്ങനെ കുഞ്ഞാറ്റനെയും എണീപ്പിച്ച് കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അപ്പോഴേക്കും കാക്കു വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു. ഇന്ന് ഉപ്പുമാവും പപ്പടമായിരുന്നു കേട്ടോ ചായക്ക് കഴിക്കാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാക്കു കിച്ചണിൽ കയറിയിട്ടുണ്ട് സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഉണ്ടാക്കുന്ന ജ്യൂസൊക്കെ നല്ല ടേസ്റ്റാ. ഷെഫിന്റെ അഭിപ്രായം എന്താ പറയുക? നീ മൈലേജ് കിട്ടുന്നത് എന്റെ കഥയ്ക്ക് കാട് കയറി പോകണം. ഞാൻ അവസാനിപ്പിച്ചത് ഇതൊക്കെ കയറിട്ടെന്നാ അത് തന്നെയാണ് ഷെഫ്. ഇതൊരു ഒന്നൊന്നര ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഞാൻ കാക്കുവിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിപ്പിക്കാറുണ്ട്. അത്രയും എനിക്കിഷ്ടമാണിത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും, ഷുവറാണ്. അങ്ങനെ കാക്കു ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണിക്കുമ്പോൾ കാക്കുവിൻ്റെ സ്പെഷ്യൽ ഡ്രിങ്ക്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, ഇതെടുത്ത് കുടിക്കും. പിന്നെ കുഞ്ഞുമാവയുടെ ഡ്രസ്സൊക്കെയാണ്. കുഞ്ഞുമാവയ്ക്ക് ഈ ഒരു ഡ്രസ്സും പിന്നെ ഈ ഒരു സോക്സും ഈ ഒരു തലയിൽ വെക്കുന്ന സാധനമൊക്കെയാണ് ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. ഈ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കും അതിൻ്റെ ഇടയിൽ കുഞ്ഞുമാവൻ കരയുമ്പോൾ അവളെ മാനേജ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് അവളുടെ ഫോട്ടോ എടുക്കാൻ ഞാൻ തീരെ മറന്നുപോയി. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും പിന്നെ സവോളയും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യണം. ഫുഡ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുഞ്ഞാറ്റയും പപ്പയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് കാക്കുവൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുഞ്ഞാറ്റയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. ഈ ഒരു ബിരിയാണി ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല കേട്ടോ ചെയ്യാറുള്ളത്. ഇത് കുക്കർ ബിരിയാണിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. എന്നിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം,
എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലൊക്കെ നമുക്ക് ബിരിയാണി കഴിക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഞാനും കാക്കും കുഞ്ഞാറ്റയും കൂടെ കഴിക്കുകയാണ് ഫുഡ്. അമ്മ പിന്നെ കുഞ്ഞുവാവ കരഞ്ഞപ്പോൾ കുഞ്ഞാവനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് അങ്ങനെയാണല്ലോ കുട്ടികളുടെ വീട്ടിൽ അങ്ങനെയാണല്ലോ. പിന്നെ ഇതാ അമ്മയും കഴിക്കുകയാണ് ഫുഡ്. അപ്പോഴും കുഞ്ഞാറ്റയുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് അവളെ ദേഷ്യപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാക്കുവിൻ്റെ സ്പെഷ്യൽ ഡ്രിങ്ക് കുടിക്കുകയാണ്. ഈ ഒരു ചൂടത്ത് ഇങ്ങനെ തണുപ്പുള്ള സംഭവം കഴിക്കാൻ എന്തൊരു സുഖമാണെന്ന് അറിയോ. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. പിന്നെ പറയണ്ട നമ്മുടെ ഫേവറേറ്റ് ഡ്രിങ്കും കൂടെ ആണെങ്കിൽ അടിപൊളിയല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും കാക്കൂനും കൂടെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി റെഡി ആയതാണ്. ഗുഡ് വൈബ്സിൻ്റെ ഒരു ഷോട്ടായിരുന്നു. പിന്നെ രാത്രിയിൽ ഞങ്ങൾ കുഞ്ഞാറ്റയുടെ പപ്പയുടെ വീട്ടിൽ പോവാണ്. ടിപ്പ് പോവാതിരിക്കാണ് കഴിഞ്ഞ പെരുന്നാളായി. കാരണം എല്ലാവരും അളിയനും കൊച്ചുപ്പയും നെമ്മോളും തേമോളും പിന്നെ അളിയൻ്റെ വൈഫൊക്കെ വരുന്നുണ്ട്. ലെൻസ് വാങ്ങാൻ പോയി ഇല്ല സൊല്യൂഷൻ വാങ്ങാൻ പോയിക്കാണ് പപ്പ. കണ്ണട വെച്ചിട്ട് ഗൈസ് എന്നെ കാണാൻ ഒരു ഭംഗിയില്ലാന്ന് കുറെ ആൾക്കാർ. അല്ലെങ്കിൽ ഭംഗിയില്ല അങ്ങനെയല്ല, നല്ല ഭംഗിയുണ്ട്. ഓഹോ താങ്ക് യു. പിന്നെ നല്ല സുന്ദരി ഉണ്ടാവും കാണാൻ. സന്തോഷമായി മോളി, സന്തോഷമായി. അപ്പൊ അങ്ങനെ കാക്കു സൊല്യൂഷൻ വാങ്ങാൻ പോയതാണ്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ലെൻസ് വെക്കാൻ പറ്റും. അപ്പൊ ഇത് വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ പോവാണ്. ബൈ.